മനുഷ്യരോട് ചോദിക്കുന്നത് മനുഷ്യ, നിന്റെ ജീവിതത്തിൽ പറയപ്പെടാവുന്ന ഒന്നുമല്ലാത്തൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ? വർഷങ്ങളുടെ പിറകിലേക്ക് സഞ്ചരിച്ചാൽ ഞാൻ എന്ന നിങ്ങൾ എന്ന വ്യക്തി മലർന്നു കിടന്ന് കൈകാലിട്ടടിച്ച് വാവിട്ട് കരയുന്ന നിസ്സഹായനായ ഒരു പിഞ്ചു കുഞ്ഞു മാത്രമായിരുന്നു. അതിന്റെയും പിറകിലേക്ക് ചിന്തിച്ചാൽ ഞാനും നിങ്ങളും ഈ ലോകത്ത് നമ്മെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരേക കോശം പോലും ഉണ്ടായിരുന്നില്ല. ശുദ്ധ ശൂന്യതയിൽ നിന്നാണ് നമ്മളൊക്കെ പിറന്നു വീണിട്ടുള്ളത്, ജനിച്ചു വളർന്നു വന്നിട്ടുള്ളത്. നാം വരുന്നതിന് മുമ്പേ ഈ ഭൂമി സുന്ദരമായി ഇവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. നാം വരുന്നതിന് മുമ്പേ നമുക്ക് ഈ ഭൂമിക്ക് പ്രകാശം നൽകിയ, ചൂട് നൽകിയ സൂര്യന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. ശുദ്ധവായു ഇവിടെ ഉണ്ടായിരുന്നു. കായാനങ്ങളും കാട്ടാറുകളും ഉണ്ടായിരുന്നു. നമ്മുടെ വരവിന് മുമ്പേ തന്നെ എല്ലാം ഇവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ആ ഭൂമിയിലേക്കാണ് ഞാനും നിങ്ങളും ഒക്കെ പറന്നു പോയിട്ടുള്ളത്. അങ്ങനെ കാലം മുന്നോട്ട് നീങ്ങും. നാം പിച്ചവെച്ച് വളർന്നു വന്നു. ജീവിതത്തിൽ പലതുമായി തീർന്നു. ഒരു ദിനം ഞാനും നിങ്ങളും ഒക്കെ മരിച്ചു പോകും, യാതൊരു സംശയവും. അങ്ങനെ ജനിച്ചു വളർന്നു വന്ന് മരണത്തോടുകൂടി തീരാനുള്ളതാണോ ജീവിതം എന്നതാണ് ഗൗരവതരമായി നാം ആലോചിക്കേണ്ടത്. ഇവിടെ പണക്കാരുണ്ട്, പണിക്കാരുണ്ട്, വെളുത്തവരുണ്ട്, കറുത്തവരുണ്ട്, സമ്പന്നനുണ്ട്, ദരിദ്രനുണ്ട്. ഈ വൈജാത്യം നിലനിൽക്കുന്ന ലോകത്ത് എന്തിനു വേണ്ടി ജീവിതം? എന്തിനു വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നു? ആ ചോദ്യത്തിനാണ് ഒന്നാമതായി മനുഷ്യന് ഉത്തരം ലഭിക്കേണ്ടത്. സൃഷ്ടിയാണ് മനുഷ്യൻ, യാതൊരു സംശയവുമില്ല. സൃഷ്ടിയാണെങ്കിൽ ഒരു സൃഷ്ടാവ് ഉണ്ടാകുമ്പോൾ കാര്യത്തിലും സംശയമില്ല. ഏതൊരു വസ്തുവിലും ഒരു നിർമ്മാതാവ് ഉണ്ടല്ലോ. അപ്പോൾ മനുഷ്യൻ ഉൾക്കൊള്ളേണ്ടത്, മനുഷ്യൻ അവലംബിക്കേണ്ടത് ആരുടെ നിർദ്ദേശങ്ങളെയാകണം? സൃഷ്ടിച്ചവനായ സർവേശ്വരൻ്റെതാകണം, സൃഷ്ടിച്ചവനായ സംവിധായകനായ ദൈവത്തിൻ്റെതാകണം. അത് വെറുതെ ഉൾക്കൊള്ളാനല്ല, മറിച്ച് പഞ്ചേന്ദ്രിയങ്ങൾ നൽകപ്പെട്ട, വിശേഷബുദ്ധി നൽകപ്പെട്ട മനുഷ്യനോട് വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത് ഈ പ്രപഞ്ചത്തെ നീ ഒരു പഠനത്തിന് വിധേയമാക്കുക എന്നതാണ്. ഈ പ്രപഞ്ചത്തെ നീ ഒരു പഠനത്തിന്റെ വിധേയമാക്കുമ്പോൾ നിനക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് നീ ചിന്തിക്കുക. അനന്തമജാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥ എന്തു കണ്ടു എന്ന് വർഷങ്ങൾക്ക് മുമ്പ് മലയാള കവി എഴുതിയിട്ടുണ്ടെങ്കിൽ, അത്ഭുതങ്ങളുടെ കലവറയായ ഈ പ്രപഞ്ചം, എന്നും മനുഷ്യനെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഈ പ്രപഞ്ചം, അതിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ രാവും പകലും മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകാശം എന്ന മഹാത്ഭുതം കണിക സിദ്ധാന്തവും തരംഗ സിദ്ധാന്തവും ഒക്കെയായി മനുഷ്യൻ വ്യാഖ്യാനങ്ങൾ നൽകിയാലും ശരി, പ്രകാശം എന്നത് മനുഷ്യന്റെ മുമ്പിൽ ഒരു അത്ഭുത പ്രതിഭാസമായി നിലനിൽക്കുകയാണ്. അതുപോലെ മനുഷ്യർക്ക് ഉപകാരമുള്ള വസ്തുക്കളുമായി ജലത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പൽ, ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട കപ്പൽ വെള്ളത്തിൽ താഴാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ. അതുപോലെ തന്നെ വാനലോകത്ത് നിന്ന് വർഷിക്കപ്പെടുന്ന മഴത്തുള്ളികൾ, ആ മഴത്തുള്ളികൾ സ്വീകരിച്ചുകൊണ്ട് ചേതനയേറ്റ ഭൂമി മഴത്തുള്ളികൾ സ്വീകരിച്ച് പച്ചപ്പുള്ളതായി മാറുന്നു. ആരാണ് ഇതെല്ലാം സംവിധാനിക്കുന്നത്? ആ ഹരിത സസ്യങ്ങളെ ആഹരിച്ചുകൊണ്ട് കോടാനുകോടി ജന്തുജാലങ്ങൾ ഈ ഭൂമിയിൽ വിഹരിക്കുന്നു. കാറ്റുകളുടെ ചലനം, ആകാശഭൂമികൾക്കിടയിൽ നിയന്ത്രിതമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന മേഘങ്ങളുടെ പ്രവാഹങ്ങൾ, ഇങ്ങനെ 7ഓളം അത്ഭുതങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അവയിലെല്ലാം ചില ദൃഷ്ടാന്തങ്ങളുണ്ട്. ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണവും വസിക്കുന്ന വീടും നമുക്ക് ആര് നൽകി എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മാത്രമാണ് കണ്ടെത്താൻ സാധിക്കുക. ഹിന്ദുവാകട്ടെ, മുസൽമാനാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മതമുള്ളവനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, അവരെല്ലാം ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് കാരണക്കാരൻ, സംവിധായകൻ ഒരേ ഒരു ശക്തി മാത്രമാണ്, പ്രപഞ്ചത്തിന്റെ അധിപനായ സർവേശ്വരൻ. ഈ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്ന, ആദിയില്ലാത്ത, അന്ത്യമില്ലാത്ത, ജാതനല്ലാത്ത, ജനകനല്ലാത്ത, അതുല്യനും അജയ്യനും അന്യൂനനും അമരനുമായ ഏകനായ ശക്തി. അപ്പോൾ മനുഷ്യൻ എന്തു ചെയ്യണം? തന്റെ പ്രശ്നങ്ങൾ, തന്റെ പ്രയാസങ്ങൾ, തന്റെ പ്രതിസന്ധികൾ ആരുടെ മുമ്പിൽ സമർപ്പിക്കണം? സൃഷ്ടിച്ചവനായ സർവേശ്വരന്റെ മുമ്പിൽ. മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് വേദഗ്രന്ഥങ്ങളിൽ അവസാനത്തെ പതിപ്പായ വിശുദ്ധ ഖുർആനിലൂടെ ലോകത്തിന്റെ സൃഷ്ടാവതാണ് ആവശ്യപ്പെടുന്നത്. നിങ്ങളെയും നിങ്ങളുടെ പൂർവികരെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ, ദൈവത്തെ നിങ്ങൾ ആരാധിക്കുക. ഇവിടെയുള്ള സകല മനുഷ്യർക്കും വായു നൽകിയത് ഒരൊറ്റ ദൈവമാണ്, വെള്ളം നൽകിയത് ഒരൊറ്റ ദൈവമാണ്. ഈ ഭൂമിയിൽ ഒരു തൊട്ടിൽ പോലെ സംവിധാനിച്ചത്, സൂര്യൻ അകലങ്ങളിൽ ജ്വലിപ്പിക്കുന്നതായി നിലനിർത്തിയത് ഏകനായ ഒരൊറ്റ ശക്തിയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആരുടെ മുമ്പിൽ സമർപ്പിക്കണം?
ആ ദൈവത്തിന്റെ മുമ്പിൽ മാത്രം. ആ സമർപ്പണത്തിന് അറബിയിൽ പറയുന്ന പേരാണ് ഇസ്ലാം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് സൂര്യൻ ആ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നാളെയുടെ സൂര്യോദയം എന്നാണ്, എത്ര മണിക്കാണ്, എത്ര സെക്കൻഡിലോ എന്ന് മാസങ്ങൾക്ക് മുമ്പേ കലണ്ടറിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടത്. അതിൽ മാറ്റം സംഭവിക്കുന്നില്ല. ചന്ദ്രന്റെ ഗ്രഹണങ്ങൾ, അതിന്റെ വൃത്തിക്ഷയങ്ങൾ ആ സർവേശ്വരന്റെ നിശ്ചയം അനുസരിച്ചാണ്. അതുകൊണ്ടാണ് മാസങ്ങൾക്ക് മുമ്പേ വരാനിരിക്കുന്ന കാര്യങ്ങൾ ആ ഗോളങ്ങളുമായി ബന്ധപ്പെട്ട് കലണ്ടറിൽ നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കുന്നത്. സൂര്യൻ ദൈവത്തിന് കീഴ്പ്പെട്ടു, ചന്ദ്രൻ ദൈവത്തിന് കീഴ്പ്പെട്ടു, മരങ്ങളും മൃഗങ്ങളും നക്ഷത്രങ്ങളും എല്ലാം ഏകനായ സർവേശ്വരന് കീഴ്പ്പെട്ടു. അവയൊക്കെ അസ്ലമ കീഴ്പ്പെട്ടു, അഥവാ മുസ്ലിം കീഴ്പ്പെട്ടവനായി മാറി. അവയുടെ ലോകത്ത് പ്രശ്നങ്ങളില്ല എങ്കിൽ മനുഷ്യനും സമാധാനമുള്ളവനാകാനുള്ള മാർഗം എന്താണ്? ഈ നക്ഷത്രങ്ങളും മരങ്ങളും മൃഗങ്ങളും താരാപഥത്തിലെ കോടിക്കണക്കിന് വരുന്ന ഈ നക്ഷത്രഗ്രഹങ്ങളെല്ലാം ചെയ്യുന്ന പോലെ മനുഷ്യനും അവന്റെ സൃഷ്ടാവായ സർവേശ്വരന്റെ മുമ്പിൽ സമ്പൂർണമായി സമർപ്പിക്കുക. ആ ദൈവത്തെ മനസ്സിലാക്കുക. ആ ദൈവത്തെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നതാണ് ദൈവത്തിന്റെ പേരിൽ മനുഷ്യൻ കലഹിക്കാൻ കാരണം, ദൈവത്തിന്റെ പേരിൽ മനുഷ്യൻ ഭിന്നിക്കാൻ കാരണം. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. ആ ഏകനായ നാഥനെ പോലെ, ദൈവത്തെ പോലെ മറ്റു യാതൊന്നുമില്ല. അവൻ ജാതനല്ല, ജനകനല്ല, അവന് സമമായി ആരുമില്ല. ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പറയുക, അല്ലാഹു അവൻ ഏകനാണ്, അവൻ ആരുടെയും ആശ്രയമില്ലാത്തവനാണ്, അവൻ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടുമില്ല, അവന് തുല്യമായി യാതൊന്നുമില്ല. ആ ദൈവത്തെ അറിയലാണ് ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യന്റെ ഒന്നാമത്തെ ബാധ്യത. രണ്ട്, ദൈവത്തിന്റെ പേരിൽ മനുഷ്യൻ ഭിന്നിക്കാനുള്ള കാരണം ദൈവത്തെ മനസ്സിലാക്കുന്നിടത്ത് പരാജയപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് വേദഗ്രന്ഥത്തിലൂടെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പഠിപ്പിച്ചു, ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ. നിങ്ങൾ ആ ദൈവത്തിന്, ആ പടച്ചവന് ഉപമകൾ പറയാൻ പാടില്ല. സൃഷ്ടി വസ്തുക്കളിൽ നിന്ന് സമ്പൂർണമായി വ്യത്യസ്തമാണ് അവൻ. അതുകൊണ്ട് സൃഷ്ടിക്കുള്ള ഗുണങ്ങളും സ്വഭാവങ്ങളും നിങ്ങൾ സൃഷ്ടാവിൽ ഒരിക്കലും തന്നെ ആരോപിക്കാൻ പാടില്ല. അതാണ് ദൈവത്തിന്റെ പേരിൽ മനുഷ്യൻ ഭിന്നാഭിപ്രായത്തിലാകാൻ കാരണം. അതുകൊണ്ട് നാം ശ്വസിക്കുന്ന വായുവും, നാം കുടിക്കുന്ന വെള്ളവും, നാം കഴിക്കുന്ന ഭക്ഷണവും, നാം വസിക്കുന്ന ഭൂമിയും, നമുക്ക് ചൂടും പ്രകാശവും നൽകിക്കൊണ്ടിരിക്കുന്ന സൂര്യനെയും ഏതൊരു ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചു സംവിധാനിച്ചുവോ ആ ദൈവത്തെ മാത്രം ആരാധിക്കുന്നവരായി, ആ ദൈവത്തിന്റെ മുമ്പിൽ ജീവിതത്തെ സമർപ്പിക്കുന്നവരായി മനുഷ്യൻ മാറുക എന്നതാണ്. അങ്ങനെ മാറുമ്പോൾ രണ്ടാമതായി വരുന്നൊരു പ്രശ്നമുണ്ട്. ജീവിതത്തിൽ നന്മയുണ്ട്, തിന്മയുണ്ട്, ധർമ്മമുണ്ട്, അധർമ്മമുണ്ട്, സത്യമുണ്ട്, അസത്യമുണ്ട്. അതെങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും? ഒരാൾക്ക് ശരി എന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് തെറ്റായി തോന്നും, ഒരാൾക്ക് തെറ്റായി തോന്നുന്നത് മറ്റൊരാൾക്ക് ശരിയായി തോന്നും. അപ്പോൾ നന്മ തിന്മകളെ, സത്യാസത്യങ്ങളെ വേർതിരിച്ച് മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കണം. കാലവ്യത്യാസമില്ലാതെ, ദേശവ്യത്യാസമില്ലാതെ അതെങ്ങനെ സാധ്യമായി തീരും? അത് സാധ്യമാവുക മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ രംഗത്ത് ലൈംഗിക ജീവിതം എങ്ങനെയാകണം, കുടുംബ ജീവിതം എങ്ങനെയാകണം, സാമ്പത്തിക ഇടപാടുകൾ, ക്രയവിക്രയങ്ങൾ എങ്ങനെയാകണം, അയൽപക്ക ബന്ധം എങ്ങനെയാകണം, തൊഴിലാളി മുതലാളി ബന്ധങ്ങൾ എങ്ങനെയാകണം, അടിമ ഉടമ ബന്ധങ്ങൾ എങ്ങനെയായിത്തീരണം, ജീവിതത്തിന്റെ കുടിൽ മുതൽ കൊട്ടാരം വരെയുള്ള മുഴുവൻ മേഖലകളിലും മനുഷ്യന് മാർഗദർശനം അനിവാര്യമാണ്. ആ മാർഗദർശനമാണ് വിശുദ്ധ ഖുർആനിലൂടെ ലോകത്തിന്റെ സൃഷ്ടാവ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആ മാർഗദർശനം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജീവിച്ച് കാണിച്ചു കൊടുക്കൽ അനിവാര്യമാണ്. ഒരു മാലാഖ വന്നുകൊണ്ട് സംസാരിച്ചാൽ, ഭക്ഷണം കഴിക്കാത്ത ഒരാൾ വന്ന്, വിവാഹം കഴിക്കാത്ത ഒരാൾ വന്നുകൊണ്ട് വിവാഹ ജീവിതത്തെ കുറിച്ച്, ഭക്ഷണ മര്യാദകളെ കുറിച്ച് പറഞ്ഞാൽ മനുഷ്യന് ന്യായം കണ്ടെത്താം. എന്നാൽ ഭക്ഷണം കഴിക്കുന്ന, കുടുംബജീവിതം നയിക്കുന്ന, വികാരങ്ങളുള്ള, വിചാരങ്ങളുള്ള, ഉറക്കവും മയക്കവുമുള്ള, മനുഷ്യന്റെ സ്വഭാവങ്ങളുള്ള ഒരു മനുഷ്യനെ പ്രവാചകനായി നിയോഗിച്ചയച്ചു ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. 14 നൂറ്റാണ്ടുകൾക്കപ്പുറം അജ്ഞതയുടെ അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്ക് ആ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. ജനിച്ച കുഞ്ഞ് പെണ്ണാണെന്ന കാരണത്താൽ മാത്രം ജീവനോടുകൂടി കുഴിച്ചു മൂടിയിരുന്ന, സംസ്കാരം തൊട്ടുകൊണ്ടിട്ടില്ലാത്ത ഒരു ജനത, ഒരാളുടെ ഒട്ടകം മറ്റൊരാളുടെ കൃഷിഭൂമിയിൽ പ്രവേശിച്ചു എന്നതുപോലെയുള്ള നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ നീണ്ട പതിറ്റാണ്ടുകൾ പരസ്പരം രക്തം ചിന്തിയിരുന്ന യുദ്ധകൊതിയന്മാരായിരുന്ന ഒരു ജനത, രാത്രിയുടെ നിശാന്തതയിൽ പോലും വൃദ്ധകളെ പോലും വ്യഭിചരിച്ചുകൊണ്ട് ലൈംഗിക ജീവിതത്തിലെ ആസ്വാദനങ്ങളിൽ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തിയിരുന്ന ഒരു ജനത, അവരിലേക്കാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. ലോക ചരിത്രത്തിൽ നിസ്സാരമായ ഒരു കാലഘട്ടം
23 വർഷക്കാലം. പക്ഷെ ആ 23 വർഷക്കാലം കൊണ്ട് ഒരു ജനതയുടെ ജീവിത രീതികള്, വിശ്വാസ പ്രമാണങ്ങള്, ആചാരാനുഷ്ഠാനങ്ങള്, ഇടപാടുകള്, സമീപനങ്ങള്, നിലപാടുകള് മുഴുവൻ മാറ്റി എഴുതുകയാണ്. ലോകത്തിന്റെ മാതൃകയായ ഒരു ജനതയായി ആ ജനതയെ അവതരിപ്പിച്ചു. ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് ആ സന്ദേശം വ്യാപിച്ചു. ഇന്ന് 100 കോടിയിലേറെ വരുന്ന മനുഷ്യർ ആ പ്രവാചകൻ എങ്ങനെ നടന്നുവോ അതുപോലെ നടക്കാൻ, ആ പ്രവാചകൻ ഉറക്കിൽ നിന്ന് എങ്ങനെ എഴുന്നേറ്റുവോ അങ്ങനെ എഴുന്നേൽക്കാൻ, ആ പ്രവാചകൻ എങ്ങനെ വസ്ത്രം ധരിച്ചുവോ അങ്ങനെ വസ്ത്രം ധരിക്കാൻ, ആ പ്രവാചകൻ എങ്ങനെ അനുഷ്ഠാന മുറകൾ നിർവഹിച്ചോ അങ്ങനെ അനുഷ്ഠാന മുറകൾ നിർവഹിക്കാൻ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ആ വ്യക്തിത്വത്തെ പകർത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ചിന്തനീയമായ കാര്യമല്ലേ സഹോദരങ്ങളെ? അതിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ് ഞാൻ ഇതുവരെ സംസാരിച്ച യഥാർത്ഥ വിശ്വാസ പ്രമാണം എന്നുള്ളത്. വിശ്വാസമാണ് മനുഷ്യന്റെ ജീവിതത്തിന് ഊടും പാവും നൽകുന്നത്. വിശ്വാസമാണ് മനുഷ്യന്റെ കർമ്മങ്ങളെ നിയന്ത്രിക്കുന്നത്. വിദ്യാഭ്യാസമുള്ളത് കൊണ്ട് മാത്രം മനുഷ്യൻ നന്നാവുമോ? നമുക്കറിയാം, ഉന്നത വിദ്യാഭ്യാസമുള്ള എത്ര ആളുകൾ അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ട്, സാമ്പത്തിക ചൂഷണങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നതിന്റെ വാർത്തകൾ നിത്യം നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്നത് വിശ്വാസത്തിന്റെ മേഖലയിലാണ്. എന്നാൽ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൃഷ്ടാവും സംരക്ഷകനുമായ ദൈവത്തെ മാത്രം ആരാധിക്കുക, ആ ദൈവത്തിന്റെ മുമ്പിൽ മാത്രം പ്രാർത്ഥനകളും ഹവിസുകളും നേർച്ചകളും സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ചൂഷണമില്ല, പെട്ടിയില്ല, പെട്ടി വരവില്ല, ആഘോഷങ്ങളില്ല, അതുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ടവന്റെ പോക്കറ്റടിക്കുന്ന പൗരോഹിത്യത്തിന്റെ ഉപാധികളില്ല. മനുഷ്യൻ തന്റെ സൃഷ്ടാവുമായി വിശുദ്ധ ഖുർആനിലൂടെ ലോകത്തിന്റെ സൃഷ്ടാവ് പഠിപ്പിക്കുന്നു, മനുഷ്യരെ സൃഷ്ടിച്ചത് നാമാണ്. അവന്റെ മനസ്സിന്റെ ചലനങ്ങൾ, അവന്റെ മനസ്സിന്റെ മന്ത്രണങ്ങൾ എനിക്കറിയാൻ സാധിക്കും. അവന്റെ ദൃഷ്ടിഗോളത്തിന്റെ ചലനങ്ങൾ പോലും അറിയുന്നവനാണ് ഞാൻ. അതുകൊണ്ട് മധ്യവർത്തികളില്ലാതെ, പുരോഹിതന്മാരില്ലാതെ, ഇടത്തട്ടുകാരില്ലാതെ, ചൂഷണോപാധികളില്ലാതെ മനുഷ്യൻ തന്റെ സൃഷ്ടാവുമായി നേർക്കുനേരെ ബന്ധം സ്ഥാപിക്കുക. എത്ര ലളിതമാണ് സഹോദരങ്ങളെ, എത്ര സുന്ദരമാണ് സഹോദരങ്ങളെ ആശയം. അതാണ് ഒന്നാമതായി വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ മുമ്പിൽ പഠിപ്പിക്കുന്ന ദൈവവിശ്വാസം. പ്രവാചകൻ വന്നുകൊണ്ട് ജീവിച്ച് കാണിച്ചു തന്ന ഏകദൈവ വിശ്വാസം. രണ്ടാമത്തേത് മനുഷ്യന്റെ മുമ്പിലുള്ള പ്രശ്നം. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എന്തിനു വേണ്ടിയാണ്? എന്താണ് ഇതിന്റെ ലക്ഷ്യം? ഏതൊരു കാര്യത്തിനും പിന്നിലും ഒരു ലക്ഷ്യമുണ്ടാകുമല്ലോ. ഇവിടെ ഇരിക്കുന്ന ആളുകൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വഴിയിൽ കണ്ടൊരു സുഹൃത്ത് എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോ മറുപടി പറഞ്ഞിട്ടുണ്ടാകും, ഗാന്ധി പാർക്ക് പോവുകയാണ്, ഇതിന് നേരം കാറ്റ് കൊള്ളാൻ, അല്ലെങ്കിൽ അവിടെ ഒരു പ്രഭാഷണം കേൾക്കാൻ. രാവിലെ കുളിച്ച് ഡ്രസ് മാറി ജോലി സ്ഥലത്തേക്ക് പുറപ്പെട്ട് ബസ് കാത്ത് നിൽക്കുന്ന ഒരാളോട് എന്തിനിവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ നിൽക്കാൻ വേണ്ടി എന്ന് പറയാറില്ല. പ്രഭാതത്തിൽ തൂമ്പയും എടുത്ത് പാടത്തേക്ക് ജോലിക്ക് പോകുന്ന ഒരു കർഷകനോട് എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ വെറുതെ അങ്ങ് ഇറങ്ങി എന്ന് പറയാറില്ല. മനുഷ്യന്റെ ഏതു പ്രവർത്തനത്തിന് പിന്നിലും ഒരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യമില്ലാത്ത പ്രവർത്തനം മനുഷ്യൻ നടത്താറ്. രണ്ട്, ആ ലക്ഷ്യം എന്നത് പ്രവർത്തനത്തിന് അപ്പുറത്താണ്. പാടത്ത് വിത്തിറക്കുന്ന കർഷകൻ വിത്തിറക്കുക എന്നതല്ല ലക്ഷ്യം. മാസങ്ങൾക്ക് ശേഷം കൊയ്തെടുക്കാനുള്ള വിളവുകളെ കുറിച്ച് പ്രതീക്ഷയാണ് അയാളെ നയിക്കുന്നത്. പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പഠിക്കുക എന്നത് മാത്രമല്ല ലക്ഷ്യം. വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു സ്റ്റാറ്റസിലേക്ക്, ഒരു പ്രൊഫൈലിന്റെ ഉടമയാവുക എന്നതാണ് അവന്റെ ലക്ഷ്യം. പ്രവർത്തനത്തിന്റെ അപ്പുറത്താണ് ലക്ഷ്യമുള്ളത്. എങ്കിൽ ജീവിതത്തിന്റെ ലക്ഷ്യമോ? എന്തിനു വേണ്ടി ഈ ജീവിതം? എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്? എന്തിനു വേണ്ടിയാണ് ഈ ജീവിതം മുന്നോട്ട് പോകുന്നത്? ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടതില്ലേ? തീർച്ചയായും. ആ കാണുന്ന റോഡിലൂടെ പോകുന്ന വാഹനത്തിന്റെ ടയറിനടിയിൽ പെട്ടുകൊണ്ട് പട്ടിയും പൂച്ചയും ചതഞ്ഞരഞ്ഞ് ജീവൻ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അതുപോലെ ഒരു നിമിഷത്തിലെ മരണത്തോടുകൂടി തീരുന്നതാണ് നമ്മുടെ ഈ ജീവിതമെങ്കിൽ ഈ പകട്ടും പത്രാവും ധർമ്മവും അധർമ്മവും ഒക്കെ നോക്കിയുള്ള ഈ ജീവിതം എന്തിനു വേണ്ടിയാണ്? ആ കാണുന്ന ഇലക്ട്രിക് ലൈനിൽ തട്ടി ഷോക്കേറ്റ് താഴോട്ട് വീണ് പെട്ടെന്ന് കാക്കകൾ ചത്തുപോകാറുണ്ട്. അതുപോലെ ഒരു നിമിഷത്തിലെ മരണത്തോടുകൂടി തീരുന്നതാണ് ഈ ജീവിതമെങ്കിൽ എന്താണ് ഇതിനർത്ഥം സഹോദരങ്ങളെ? തന്റെ വരുമാനത്തിന്റെ ഗണ്യമായ ഒരു ഭാഗം പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പം വണ്ടി നീക്കിവെക്കുന്ന മനുഷ്യത്വത്തിന്റെ ഉടമയായ, ആർദ്രതയുടെ ഉടമയായ ഒരു മനുഷ്യൻ മരിച്ചു പോകുന്നു. തിരുവനന്തപുരം നഗരത്തിലെ പൊതുശ്മശാനത്തിൽ അയാൾ മറവ് ചെയ്യുന്നു. അയാൾക്കൊരു അയൽവാസിയുണ്ട്, നല്ല വരുമാനം ഉണ്ടായിട്ടും പാവപ്പെട്ട ഒരാൾ വന്ന് കടം ചോദിച്ചാൽ 18%, 20% പലിശ വേണമെന്ന് പറഞ്ഞിട്ട് ആ പണം കൊടുക്കുന്ന ബ്ലേഡ് കമ്പനി നടത്തുന്ന ഒരു പണക്കാരൻ അയാൾ മരിച്ചു പോകുന്നു. ഇതേ ശ്മശാനത്തിൽ തൊട്ടടുത്ത് അയാളെയും മറവ് ചെയ്യുന്നു. ഒരാളെ നല്ലവരും മറ്റേയാളെ ചൂഷകനുമായി നമ്മൾ വ്യാഖ്യാനിക്കുമ്പോ എന്തിനു വേണ്ടി ഈ വ്യത്യാസം? ഈ സാധുവായ മനുഷ്യൻ മറ്റുള്ളവരെ സേവിച്ച
ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മുമ്പിൽ നടന്ന മനുഷ്യൻ എന്ത് കിട്ടി? അയാൾ ഒരുപക്ഷെ വാടക വിട്ട് കഴിഞ്ഞാൽ മരിച്ചു പോയിട്ടുള്ളത്. ന്യായമാണോ സഹോദരങ്ങള്? അത് ന്യായമാണോ? തിരുവനന്തപുരം നഗരത്തിൽ വാനിറ്റി ബാഗുമായി ഇറങ്ങി ശരീരം വിറ്റ് കാശാക്കുന്ന വേശ്യയായ ഒരു സ്ത്രീ, അവൾ മരിച്ചു പോകുന്നു. നാട്ടിൽ ഒരു ശ്മശാനത്തിൽ അവൾ മറവ് ചെയ്യപ്പെടുന്നു. അവളുടെ ഒരു അയൽവാസിയുണ്ട്, മറ്റൊരു സഹോദരി. 4 പിഞ്ചു മക്കളുമായുള്ള ജീവിതം, ഭർത്താവ് മരണപ്പെട്ടു പോയതാണ്. പക്ഷേ ചാരിത്രത്തിൽ നിന്നവരെ കളങ്കം വരുത്തിയിട്ടില്ല. തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു തിന്മയുടെ കുടുക്കുത്തേൽക്കാത്ത സംശുദ്ധമായ ജീവിതം. ആ സഹോദരി മരിച്ചു പോകുന്നു. തൊട്ടടുത്ത് അവരെ മറവ് ചെയ്യപ്പെടുന്നു. ജീവിതം അവിടെ തീരുന്നുവെങ്കിൽ പാതിവ്രതം എന്ന വാക്കിന് അർത്ഥം എന്താണുള്ളത് സഹോദരങ്ങളെ? ധാർമ്മികതയ്ക്കും മൂല്യങ്ങൾക്കും എന്ത് അർത്ഥമാണുള്ളത്? ഉത്തരം ലഭിക്കേണ്ടതില്ലേ? അപ്പോൾ മരണത്തോടുകൂടി തീരുന്നതാണ് ജീവിതമെങ്കിൽ ജീവിതത്തിന് അർത്ഥമില്ല, മൂല്യങ്ങൾക്ക് അർത്ഥമില്ല, ധാർമ്മികതയ്ക്ക് അർത്ഥമില്ല. പിന്നെ നമുക്ക് നാമേ പണിവതു നകം നരകവും അതുപോലെ. നമ്മുടെ സ്വർഗം നമ്മളാണ് പണിയുന്നത്, നമ്മുടെ നരകവും നമ്മളാണ് പണിയുന്നത്. അഥവാ നമ്മുടെ കർമ്മങ്ങളാണ് സ്വർഗ നരകങ്ങളെ തീരുമാനിക്കുന്നത്. മരണം ജീവിതത്തിന്റെ അവസാനമല്ല, ശാശ്വതമായ യഥാർത്ഥമായ ഒരു ജീവിതത്തിലേക്കുള്ള കവാടമാണ് എന്നതാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യരുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. എല്ലാ ആത്മാക്കളും മരണത്തിന്റെ രുചിയാണ്. ശേഷമുള്ള ജീവിതം, മരണാനന്തര ജീവിതം, ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുകയും ചെയ്യുന്നുവോ അവർ വിജയിച്ചിരിക്കുന്നു. ഐഹിക ജീവിതം വഞ്ചനയുടെ, ആസ്വാദനത്തിന്റെ വിഭവങ്ങൾ മാത്രമാണ് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ പ്രപഞ്ചത്തിന്റെ നാഥൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ മരണം യാഥാർത്ഥ്യമാണ്. അതേപോലെ യാഥാർത്ഥ്യമാണ് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന്. അത് ബോധ്യപ്പെടാൻ ചില ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആൻ മനുഷ്യരെ പഠിപ്പിക്കുന്നുണ്ട്. ആഴ്ചകൾക്ക് മുമ്പ് ഈ ഗാന്ധി പാർക്കിലേക്ക് കയറി വന്നപ്പോൾ ഒരു പച്ചപ്പും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ചുട്ടുപൊള്ളുന്ന വെയിലത്തെല്ലാം കരിഞ്ഞുണങ്ങിപ്പോയിരുന്നു. പക്ഷെ ഒരൊറ്റ മഴ പെയ്തോടെ തൊട്ടടുത്ത ദിവസം പുതുനാമ്പുകൾ ഉടലെടുത്തു. എവിടുന്നാണ് ഇവ വന്നത്? ചേതനയറ്റ ഈ ഭൂമിയിൽ മഴവെള്ളം സ്പർശിച്ചപ്പോൾ എങ്ങനെയാണ് അത് പച്ചപ്പുള്ളതായി മാറിയത്? ഈ ദൃഷ്ടാന്തം മുന്നിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ പ്രപഞ്ചത്തിന്റെ ശ്രദ്ധാവ് പഠിപ്പിക്കുന്നു. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്. അചേതനമായതിൽ നിന്ന് ചേതനയുള്ളതിനെയും ചേതനയുള്ളതിൽ നിന്ന് അചേതനമായതിനെയും പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നവനാണ് നിങ്ങളുടെ ദൈവം. വയുഹ്യിൽ അർള ബഅദ മൗതിഹാ. ഭൂമി ചേതനയറ്റ ശേഷം അതിനെ അവൻ ജീവിപ്പിക്കുന്നു. വകദാലിക തുഖ്റജൂൻ. അതേ പ്രകാരം നിങ്ങൾ ദ്രവിച്ച് മണ്ണോട് ചേർന്ന ശേഷം ഈ മണ്ണിൽ നിന്ന് പുനർജനിപ്പിക്കപ്പെടും. നിങ്ങളുടെ കർമ്മങ്ങൾ വിചാരണയ്ക്ക് വിധേയമായി തീരും. നന്മ ചെയ്തവന് സ്വർഗവും തിന്മയിൽ മുഴുകി കഴിഞ്ഞവന് നരകവും ലഭിക്കുന്ന ഒരു ലോകം വരാനിരിക്കുന്നു. അതാണ് സഹോദരങ്ങളെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. ദൈവവിശ്വാസവും മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസവുമാണ് മനുഷ്യനെ കർമ്മബോധമുള്ളവരാക്കി മാറ്റുന്ന കാര്യം. അതിനപ്പുറത്ത് എന്താണുള്ളത്? അതിനപ്പുറത്ത് മനുഷ്യന് ആശ്വാസം നൽകുന്ന എന്ത് ആശയമാണുള്ളത്? ദൈവവും മതവും ഒക്കെ മനുഷ്യന്റെ സൃഷ്ടിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിരവധി ലേഖനങ്ങൾ എഴുതിയ, പ്രഭാഷണങ്ങൾ നടത്തിയ ബഹുമാന്യനായ ഒരു വ്യക്തിത്വം തുറന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. തൻ്റെ സഹപ്രവർത്തകന്റെ മകൻ ഒരു അപകടത്തിൽ മരിച്ചു. ആ മരണവീട്ടിൽ ഞങ്ങൾ ചെന്നു. എൻ്റെ കൂടെയുള്ള ആളുകളെല്ലാം എൻ്റെ ആ സഹപ്രവർത്തകരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കുന്നത്? ഒരു നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ ബൈക്ക് ആക്സിഡന്റിൽപ്പെട്ട് മകൻ മരിച്ച തന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് കയറി ചെന്ന് ആ മരണപ്പെട്ട കുട്ടിയുടെ അച്ഛനെ എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കുന്നത്? ദൈവത്തിൽ വിശ്വാസമില്ലാത്ത, മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യന് എന്തു പറഞ്ഞാണ് ഒരു മരണ വീട്ടിൽ ചെന്ന് ആശ്വസിപ്പിക്കാൻ കഴിയുക? മനുഷ്യന്റെ ആശ്വാസം എന്റെ കൂടെ എന്റെ സൃഷ്ടാവായ കാരുണ്യവാനായ ദൈവമുണ്ട് എന്ന വിശ്വാസമാണ്. ഞാനിവിടെ പട്ടിണി കിടക്കേണ്ടി വന്നാലും, പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും, ഇന്ന് കയറ്റമാണെങ്കിൽ നാളെ ഒരു ഇറക്കം വരാനുണ്ട്. ഇന്ന് ഞാൻ രോഗിയായി കഷ്ടപ്പെട്ടാൽ നാളെ എൻ്റെ രോഗം സുഖപ്പെടുന്ന ഒരവസ്ഥ വരുത്താൻ കാരുണ്യവാനായ എൻ്റെ ദൈവത്തിന് സാധിക്കുന്നു. ആ വിശ്വാസമല്ലാതെ മനുഷ്യന്റെ മനസ്സിന് സമാധാനം നൽകുന്ന മറ്റെന്താണ് ലോകത്തെ ഏത് ഇസ്സത്തിന്, ഏത് പ്രത്യയശാസ്ത്രത്തിന് മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നത്? അതുകൊണ്ട് ഇവിടെ ജീവിക്കുമ്പോൾ നല്ലവരായി മാറണം. എന്തിനു വേണ്ടി?
മരണാനന്തരം സ്വർഗീയാനന്ദം ലഭിക്കാൻ. ദൈവം നിനക്ക് നൽകിയത് ഉപയോഗിച്ച് മരണാനന്തര ജീവിതത്തിന് വേണ്ടി നീ അധ്വാനിക്കുക. പക്ഷെ അതോടൊപ്പം ഈ ലോകത്ത് നിന്റെ ബാധ്യതകൾ, നിന്റെ ഉത്തരവാദിത്തങ്ങൾ നീ മറന്നു പോകാനും പാടില്ല. എത്ര അർത്ഥവത്തായ ഒരു ജീവിത സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്. അങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ച് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവിടെ മാത്രം പ്രശ്നങ്ങൾ തീരുന്നില്ല. അവരിടപെടുന്ന മേഖലകളിൽ മുഴുവൻ മാർഗദർശനം അനിവാര്യമാണ്. പ്രധാനമായൊരു മേഖലയാണ് സാമ്പത്തിക മേഖല എന്ന്. ഒരു ചാണ് വയറിന് വേണ്ടിയാണല്ലോ മനുഷ്യന്റെ അധ്വാനങ്ങൾ മുഴുവൻ. സാമ്പത്തികമായ താല്പര്യങ്ങളാണ് മനുഷ്യനെ നയിക്കുന്നത്. അവിടെ മാർഗദർശനം അനിവാര്യമാണ്. ഏതൊക്കെ വിധത്തിൽ സമ്പാദിക്കാം, എങ്ങനെ ചെലവഴിക്കാം, എന്ത് പാടുണ്ട്, എന്ത് പാടില്ല. അവിടെ ഒന്നാമതായി വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് സമ്പത്തിനെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം ഈ മുഴുവൻ വിഭവങ്ങളും ലോക സൃഷ്ടാവായ സർവ്വേശ്വരൻ്റെതാണ്. ചിലവഴിക്കുന്ന കാര്യം പറഞ്ഞിടത്ത് ദൈവിക കൽപ്പന നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ചിലവഴിക്കുക എന്നാണ്. ഇന്നെന്റെ കീശയിൽ 10,000 രൂപയുണ്ടെങ്കിൽ ഈ ശ്വാസം നിലച്ചാൽ എൻ്റെ മകൻ ആ കാശെടുത്ത് അവൻ്റേത് എന്ന് പറയുന്നു. ഇന്ന് ഞാൻ എൻ്റെ ഭൂമി എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള രജിസ്റ്റർ ഓഫീസിൽ കൃത്യമായ രേഖകളുള്ള എൻ്റെ ഭൂമി, എൻ്റെ വീട്, എൻ്റെ വസ്തു ഈ ശ്വാസം നിലച്ചാൽ എൻ്റെ മക്കൾ അവരുടേത് എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ ശ്വാസം നിലയ്ക്കുന്നവരെ മാത്രമേ ഈ ലോകത്തുള്ള ഏത് സമ്പത്തും നമ്മളും തമ്മിൽ ബന്ധമുള്ളൂ. അത് മനസ്സിലാക്കണമെന്നാണ് ഒന്നാമതായി വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ മനുഷ്യനോട് ആവശ്യപ്പെടുന്നത്. സമ്പത്തിന്റെ ഉടമ ദൈവമാണ്. ഒരു പരീക്ഷണ വസ്തുവായി നമ്മളെ ഏൽപ്പിച്ചതാണ്. അത് ഏറ്റവും ഉത്തമമായ വിധത്തിൽ കൈകാര്യം ചെയ്യാം. അത് പാവപ്പെട്ടവർ, അഗതികൾ, അനാഥർ എന്ന് തുടങ്ങി ആരൊക്കെയുണ്ടോ പരിഗണിക്കപ്പെടേണ്ടത് അവരൊക്കെയുമായി പങ്കുവെക്കാൻ, ന്യായമായ മാർഗത്തിലൂടെ അത് സമ്പാദിക്കാൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു. മറ്റുള്ളവർക്ക് നൽകണം, നിങ്ങളുടേത് എന്ന് പറഞ്ഞ് കെട്ടിപ്പൂട്ടി വെക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കുന്നവരേക്കും നിങ്ങൾക്ക് പുണ്യം നേടാൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പ്രപഞ്ചത്തിന്റെ അധിപൻ പഠിപ്പിക്കുന്നു. അതോടൊപ്പം സ്വർഗീയ പ്രവേശനത്തെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യം, നീ നിന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. നീ കെട്ടിയുയർത്തിയ മതിലിനപ്പുറത്തുള്ള പട്ടിണി കിടക്കുന്ന അയൽവാസിയുണ്ട്, രോഗപീഠകളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, യാത്രയുടെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, അഗതികളുണ്ട്, അനാഥരുണ്ട്. അതുകൊണ്ട് മതനിഷേധിയെ നീ കണ്ടില്ലേ എന്ന് ചോദിച്ചിട്ട് ആരാണ് മതനിഷേധി? ഒന്ന്, മതത്തെ കളവാക്കുന്നവരിൽ പെട്ടത് എണ്ണി പറഞ്ഞത്. ഒന്ന്, അനാഥരെ പരിഗണിക്കാത്തവൻ, അഗതികൾക്ക് ആശ്വാസം നൽകാത്തവൻ, എരിയുന്ന വയറിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത, കത്തിയാളുന്ന ഉദരത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത, കരയുന്ന കണ്ണിന്റെ കണ്ണുനീരിന്റെ ഉപ്പ് തിരിച്ചറിയാത്ത ഒരു മതജീവിതത്തിന് അർത്ഥമില്ല എന്നതാണ് നിരവധി വചനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ ലോകത്തിന്റെ സൃഷ്ടാവ് പഠിപ്പിക്കുന്നത്. നീ തീർച്ചയായും നിശ്ചിതമായ അവകാശം അഗതികൾക്ക് നൽകണം, നിന്റെ ബന്ധുക്കൾക്ക് നൽകണം, അതുപോലെ തന്നെ വഴിയാത്രക്കാർക്ക് നൽകണം. അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം. അതോടൊപ്പം ചിലവഴിക്കുന്നിടത്ത് നീ ദുർവ്യയം നടത്താൻ പാടില്ല. അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ അത് നാളെ നിനക്ക് പട്ടിണി കൊണ്ടുവരും. സമ്പത്തിന്റെ വില അറിഞ്ഞുകൊണ്ട് ന്യായമായ വിധത്തിലാകണം അത് ചിലവഴിക്കേണ്ടത്. അതോടൊപ്പം വളരെ കൃത്യമായി പഠിപ്പിച്ചു, പണം കൊണ്ട് പണമുണ്ടാക്കുന്ന ഏർപ്പാട് അഥവാ പലിശ എന്ന തിന്മ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു റിബാ അദ്ആഫൻ മുളഅഫ. വിശ്വാസികൾ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പന, നിങ്ങൾ ഇരട്ടിയായിട്ട് പലിശ തിന്നരുത്. ആർക്കെങ്കിലും പറയാൻ സാധിക്കും? വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച, പ്രവാചകൻ അവതരിപ്പിച്ച ജീവിതത്തിലെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് അത് 14 നൂറ്റാണ്ട് മുമ്പെയുള്ള ഗോത്രജീവിത കാലഘട്ടത്തിന്റെ നിയമങ്ങളാണ്. കമ്പ്യൂട്ടറിന്റെ, ഇന്റർനെറ്റിന്റെ, AI-യുടെ ആധുനിക യുഗത്തിൽ അതിന് എന്ത് പ്രസക്തിയാണുള്ളത് എന്ന് പ്രമാണബദ്ധമായി ആർക്കാണ് പറയാൻ സാധിക്കുക? പലിശ നിങ്ങൾ ഭുജിക്കരുത് എന്ന ഖുർആനിന്റെ കൽപ്പന നിത്യപ്രസക്തമാണ്. ഇവിടെ ആത്മഹത്യകൾ പെരുകുന്നത് പണക്കാരൻ കൂടുതൽ പണക്കാരനാവുകയും ദരിദ്രൻ കൂടുതൽ ദരിദ്രനായി മാറുകയും ചെയ്യുന്നത് പലിശ എന്ന തിന്മ കാരണമാണ്.
അതിലെ ഏറ്റവും താഴെക്കിടയിലുള്ളത് പോലും സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ പാപമാണ് എന്നാണ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പലിശരഹിതമായ ഒരു സമൂഹം വളർന്നു വരണം. സമ്പത്ത് പങ്കുവെക്കുന്ന, നിന്റെ സമ്പത്തിന്റെ 2.5% നിന്റെതല്ല, 97% മാത്രമേ നിനക്ക് ആസ്വദിക്കാൻ പാടുള്ളൂ എന്ന സക്കാത്ത് എന്ന വ്യവസ്ഥ ലോകത്തെ പഠിപ്പിച്ചു. 2 അർത്ഥങ്ങളാണ് ആ വാക്കിനുള്ളത്. സക്കാത്ത് എന്നതിന്റെ ഒരർത്ഥം വളർച്ച എന്നാണ്. സമ്പത്തിന്റെ വളർച്ചയാണ് സക്കാത്ത് കൊണ്ടുണ്ടാവുക. പണം കെട്ടിപ്പൂട്ടി വെച്ചാൽ അത് വളരില്ല. അത് ബാങ്കിലിട്ട് ഇൻട്രസ്റ്റ് വാങ്ങി തിന്നാൽ അത് വളരില്ല. മറിച്ച് അവകാശികളായ 8ഓളം പേരെ ഖുർആൻ എടുത്തു പറഞ്ഞു, അവർക്കൊക്കെ അത് നൽകണം. സക്കാത്തിലൂടെ സമ്പത്ത് വളരുകയാണ് ചെയ്യുക എന്ന് പഠിപ്പിച്ചു. സക്കാത്ത് എന്ന ഒരു വാക്കിന്റെ 2ാമത്തെ അർത്ഥം വിശുദ്ധി എന്നാണ്. സമ്പത്ത് മനുഷ്യന്റെ ഒരു ദൗർബല്യമാണ്. അതിനോടുള്ള സമീപനത്തെ പോസിറ്റീവാക്കി മാറ്റുകയാണ്, ശുദ്ധീകരിക്കുകയാണ്, കാഴ്ചപ്പാടിനെ നന്നാക്കുകയാണ്. ഇതെനിക്ക് മാത്രം കെട്ടിപ്പൂട്ടി വെച്ച് ആസ്വദിക്കാറുള്ളതല്ല, ദൈവം തമ്പുരാൻ തന്നതാണ്. ആ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അവകാശികൾക്ക് കൃത്യമായി ഞാൻ അത് നൽകണം. ഹൃദയ വിശാലത, മനഃശുദ്ധി സകാത്തിന്റെ 2ാമത്തെ ലക്ഷ്യമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ സാമ്പത്തിക രംഗത്ത് വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചു. മനുഷ്യ ജീവിതത്തിന്റെ മറ്റൊരു മേഖല നമുക്കറിയാം, ഇരുട്ട് നിറഞ്ഞ ഒരു മേഖല. തീർച്ചയായും ആധുനിക സമൂഹത്തിൽ പ്രത്യേകിച്ചും കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട്, ലൈംഗികതയുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചപ്പാടാണ്. 2 കാഴ്ചപ്പാടുകൾ ഈ വിഷയത്തിൽ ലോകത്ത് നിലനിന്ന് പോയിട്ടുണ്ട്. ഒന്ന്, സെക്സ് പാപമാണ്, ലൈംഗികത പാപമാണ്. അതിനെ അടിച്ച് ഒതുക്കി ഇല്ലാതാക്കലാണ്, ബ്രഹ്മചാരിയായി ജീവിക്കലാണ് യഥാർത്ഥ മോക്ഷത്തിന്റെ മാർഗം. അങ്ങനെ പറയുന്നവർക്ക് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം. 2ാമത്തെ കാഴ്ചപ്പാട്, സെക്സ് എന്ന് പറയുന്നത് തുറന്നിടപ്പെടേണ്ടതാണ്. സ്വന്തം അഭീഷ്ടത്തിനനുസരിച്ചുകൊണ്ട് സർവതന്ത്ര സ്വതന്ത്രമായി ഒരാൾക്ക് ആ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കാൻ സാധിക്കണം. ആ കാഴ്ചപ്പാടാണ് ലിബറലിസം എന്ന ആശയം മുന്നോട്ട് വച്ചിട്ടുള്ളത്. പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല എന്ന് നമ്മൾ കെട്ടിശീലിച്ച പോലെ, വേളിയില്ലാത്ത, താലികെട്ടില്ലാത്ത, നിക്കാഹില്ലാത്ത സർവതന്ത്ര സ്വതന്ത്രമായ ഓപ്പൺ സെക്സിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് ഇസ്ലാം ഇതിന്റെ 2ന്റെയും മധ്യത്തിൽ നിൽക്കുന്നു. സെക്സ് അടിച്ചൊതുക്കപ്പെടേണ്ടതല്ല, സെക്സ് തുറന്നിടപ്പെടേണ്ടതുമല്ല. മറിച്ച് നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതി മതമായ ഇസ്ലാം പ്രകൃതിക്കനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ മനുഷ്യനോട് ആവശ്യപ്പെട്ടു. എന്താണ് പ്രകൃതി നിയമം? പ്രകൃതി നിയമം ഇണതത്വമാണ്. ഞാനിവിടെ സംസാരിക്കുമ്പോൾ എന്റെ ശബ്ദം നിങ്ങൾ ആംപ്ലിഫൈ ചെയ്ത് കേൾക്കുന്നത് ഒരു ഇണതത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ലൈറ്റ് കത്തുന്നത് ഇണതത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പോസിറ്റീവ്, നെഗറ്റീവ്, ഇലക്ട്രോൺ, പ്രോട്ടോൺ. ഫാൻ കറങ്ങുന്നത് ഒരു ഇണതത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നോർത്ത് പോൾ, സൗത്ത് പോൾ എന്ന കാന്തികത ഇണയാണ്. കടയിൽ നിന്ന് നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിയത്, പച്ചക്കറി വാങ്ങിയത്, അവ ഉണ്ടാകാൻ കാരണമായത് ഇണതത്വമാണ്. പൂവിലെ കേസരവും ജനിയും, മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ്, അവ സംഗമിക്കുമ്പോഴാണ് ഒരു സൈഗോട്ട്, സിക്താന്തം രൂപപ്പെട്ട് കായായി മാറുന്നത്, വിത്തുകൾ ഉണ്ടാകുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാം അങ്ങനെയാണ്. 14 നൂറ്റാണ്ട് മുമ്പ് അക്ഷരജ്ഞാനമില്ലാത്തൊരു ജനതയിലേക്ക് കടന്നു വന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ നാവിലൂടെ വിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ അധ്യായത്തിലെ 36-ാമത്തെ വചനമായി ലോകത്തിന്റെ സൃഷ്ടാവ് പഠിപ്പിച്ചു, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമാ തുൻബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമാ ലാ യഅലമൂൻ. ഭൂമിയിൽ നിന്ന് പൊട്ടിമുളക്കുന്ന സകല വസ്തുക്കളിലും, മനുഷ്യദേഹങ്ങളിലും, മനുഷ്യർക്കറിയാത്ത എല്ലാത്തിലും ഇണകളെ സൃഷ്ടിച്ച നാഥൻ എത്ര പരിശുദ്ധനാണ്. ഇണകളാണെല്ലാം. അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യണം? ഇണകളായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ വിവാഹമെന്ന സൽക്കർമ്മത്തിലൂടെ മഹത്തായ ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് വിവാഹത്തിലൂടെ ഒരുമിച്ച് ദമ്പതികളായി കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങണം. അതാണ് ധാർമ്മികത നിലനിൽക്കാനുള്ള മാർഗം. അവിടെയാണ് ലിബറലിസം വന്നുകൊണ്ട് കടക്ക് കത്തിവെച്ചത്. മനുഷ്യന്റെ സെക്സും ജെൻഡറും 2 ജനന സമയത്ത് അവന്റെ സെക്സ് തീരുമാനിക്കപ്പെടാം, ആണ് പെണ്ണ് എന്നൊക്കെ. പക്ഷെ ജെൻഡർ പിന്നീടാണ് തീരുമാനിക്കപ്പെടുക. തന്റെ അഭീഷ്ടം അനുസരിച്ചുകൊണ്ട് അത് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. അതുകൊണ്ട് ആണ് പെണ്ണ് എന്ന കൺസെപ്റ്റ് നിലനിൽക്കുന്നില്ല. അപകടകരമായ വാദം. ഇവിടെ പ്രകൃതി മതമായ ഇസ്ലാം 3 പദങ്ങളാണ് ഈ വിഷയത്തിൽ പ്രധാനമായി സൂചിപ്പിച്ചിട്ടുള്ളത്. ഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറ ഫജഅലഹു നസബൻ വസുദ്റ വകാന റബ്ബുക ഖദീറ. വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് ലോകത്തിന്റെ സൃഷ്ടാവ് പഠിപ്പിക്കുകയാണ്. അവന് 2 ബന്ധങ്ങൾ നൽകി. ഒന്ന് രക്തബന്ധം, 2 വൈവാഹിക ബന്ധം. രക്തബന്ധം എന്നത് മാതാപിതാക്കളിലൂടെ തുടർന്നു വരുന്ന ബന്ധമാണല്ലോ. വൈവാഹിക ബന്ധം എന്നത്
വിവാഹത്തിലൂടെ പുതുതായി രൂപപ്പെടുന്നതാണ്. സുഹൃർ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. മുസാഹറത്ത് എന്നാണ് വിവാഹത്തിന് ഉപയോഗിക്കുന്നത്. ആ പദത്തിന്റെ ഭാഷാപരമായ അർത്ഥം രണ്ട് വ്യത്യസ്ത ലോഹങ്ങളെ, കെമിക്കലായ വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ട് ലോഹങ്ങളെ വിളക്കി കൂട്ടി യോജിപ്പിക്കുന്നതിനാണ് മുസാഹറത്ത് എന്ന വാക്ക് ഉപയോഗിക്കുക. എത്ര സുന്ദരമാണ് വിവാഹത്തിന് ഉപയോഗിച്ച പദം. രണ്ട്, അങ്ങനെ വിവാഹിതരാകുന്ന വ്യക്തികൾ ഭാര്യയും ഭർത്താവുമല്ല. ആ വാക്കിനർത്ഥം ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും എന്നാണ്. മറിച്ച് പരിശുദ്ധ ഇസ്ലാം ഉപയോഗിച്ച വാക്ക് അസ്വാജ് എന്ന, ഇണകൾ എന്ന. ഒന്നിന്റെ സാമീപ്യം മറ്റേതിന് പൂരകമായി വർത്തിച്ചുകൊണ്ട് പരസ്പരം പങ്കിടുന്ന ഇണകൾ. ആ ഇണകൾ കഴിയുന്ന സ്ഥലത്തിന് ഉപയോഗിച്ച വാക്ക് സഖൻ അല്ലെങ്കിൽ മസ്കൻ. ആ വാക്കിനർത്ഥം സമാധാനത്തിന്റെ കേന്ദ്രം എന്നതാണ്. ദാമ്പത്യ ജീവിതത്തെ കുറിച്ച എത്ര സുന്ദരമായ കാഴ്ചപ്പാടാണ്. അസ്വാജ് ഇണകൾ, മുസാഹറത്ത് വിവാഹത്തിലൂടെ ഒന്നായി, മസ്കനിൽ സമാധാനത്തിന്റെ തുരുത്തിൽ ഒന്നിച്ചു കഴിഞ്ഞുകൊണ്ട് ലൈംഗികതയെ ആ ജീവിതത്തിൽ മാത്രം ഒതുക്കി നിർത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്ന ക്രിയാത്മകമായ പ്രായോഗികമായ സുന്ദരമായ സന്ദേശം. അത് പറഞ്ഞുകൊണ്ട് വീടിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പഠിപ്പിച്ചു. മസ്കൻ അത് ദൈവികമായ അനുഗ്രഹത്തിന്റെ ഭാഗമാണ്. വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവനാണല്ലോ മനുഷ്യൻ. വീടെത്താൻ വേണ്ടി ധൃതി കാണിക്കുന്നവനാണ്. വീട് സമാധാനത്തിന്റെ കേന്ദ്രമാകണം. അതിന് അവിടെ പൊട്ടലും ചീറ്റലും ഇല്ലാതിരിക്കാൻ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ മേഖലകളിലും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കണം. ഒരു കാര്യം വിനയത്തോടുകൂടി സൂചിപ്പിക്കട്ടെ സഹോദരങ്ങളെ, 14 നൂറ്റാണ്ട് മുമ്പുള്ള ഒരു ആദർശം, ഗോത്ര ജീവിതത്തിന്റെ കാലഘട്ടത്തിലുള്ള ഒരു സന്ദേശം, അതിൽ യുഗത്തിൽ എന്ത് പ്രസക്തി എന്ന് പറയുന്ന ആളുകളോട് വിനയപൂർവ്വം നമുക്ക് ചോദിക്കാനുള്ളത്, മനുഷ്യ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട കുടുംബ സംവിധാനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പകരം വെക്കാനുള്ളത് എന്ത് എന്നൊന്ന് പറഞ്ഞുള്ളൂ. ലിവിംഗ് ടുഗദറിനെ കുറിച്ചാണല്ലോ പറയുന്നത്. പക്ഷേ ലിവിംഗ് ടുഗദറിന് നിയമപരമായ അംഗീകാരം നൽകുമ്പോഴും ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി വേറെ ഗർഭപാത്രങ്ങൾ വാടകയ്ക്ക് എടുക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യന്റെ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കപ്പെടുമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇണകളായി സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിൽ ആ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാന ആശയം സ്വീകരിക്കുന്നതിന് പകരം ലോകത്ത് മനുഷ്യരല്ലാത്ത മറ്റൊരാളും സ്വീകരിക്കാത്ത സ്വർഗ രതിയിലേക്ക് മനുഷ്യൻ നീങ്ങുമ്പോ മനുഷ്യന്റെ സമാധാനമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാനിൽ പോയി വന്നൊരു സുഹൃത്ത് പറഞ്ഞു, അത്ഭുതകരമായ ഒരു കാര്യം. ജപ്പാനിൽ ഒരു പ്രത്യേക പ്രദേശത്തെ കുറിച്ച് പറഞ്ഞിട്ട് അവിടെ 30 വയസ്സിന്റെ താഴെയുള്ള ആളുകളില്ല. അന്നതൊരു എക്സാജറേഷൻ ആയി തോന്നി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ വന്ന പത്രങ്ങളിലെ വാർത്തകൾ നമ്മൾ വായിച്ചു. ജപ്പാൻ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി, സൈന്യത്തിൽ ചേരാൻ പോലും യുവാക്കളില്ല. കാരണം ലിവിംഗ് ടുഗദർ വ്യാപകമായി തീർന്നപ്പോൾ പുതിയ തലമുറയില്ലാതെ പോയി. ഇതെന്റെ വാക്കുകളല്ല, എന്റെ വാക്കുകളല്ല. ഒരു രാജ്യം ഹ്യൂമൻ റിസോഴ്സിന്റെ കാര്യത്തിൽ പോലും പ്രതിസന്ധി നേരിടുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ലിവിംഗ് ടുഗദർ വ്യാപകമായി തീർന്നപ്പോൾ പുതിയ തലമുറ ഇല്ലാതെ പോയി. വിവാഹം ചെയ്യാതെ ഒന്നിച്ചു കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുന്നു. ജോലിയുണ്ട്, ATM ചെന്നാൽ കാശ് കിട്ടും. അങ്ങനെ ഒരു 10, 40, 45 കൊല്ലം വായിക്കാൻ പ്രായത്തിൽ കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കും, ഇനി എന്തിനാ ഒരു വിവാഹം, ഇനി എന്തിനു കുട്ടികൾ. മനുഷ്യ പ്രതിസന്ധി, ഹ്യൂമൻ റിസോഴ്സിന്റെ പ്രതിസന്ധിയാണ് അവിടെ ഉണ്ടാകുന്നത്. ധാർമ്മികതയുടെ തകർച്ചയാണ് അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രവാചകന്റെ കൽപ്പന, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ ഫല്യതസവ്വജ്, യുവാക്കളെ നിങ്ങളിൽ നിന്ന് ശേഷിയെത്തിയിട്ടുള്ള ആളുകൾ വിവാഹം ചെയ്യട്ടെ. 2 ഗുണങ്ങളാണ് ഉള്ളത്. ബസർ, നിങ്ങളുടെ ദൃഷ്ടിയുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും, ഗുഹ്യാവയവത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാനും അത് നിങ്ങൾക്ക് സഹായകമായി തീരും. അതുകൊണ്ട് വിവാഹം ചെയ്യണം. ധാർമ്മികത നിലനിൽക്കണമെങ്കിൽ, അഡ്രസ്സുള്ള ഒരു സമൂഹം ഈ രാജ്യത്ത് ഉണ്ടാകണമെങ്കിൽ മനുഷ്യൻ വിവാഹം കഴിക്കണം എന്ന നിർദ്ദേശം. അങ്ങനെ വിവാഹത്തെ ഒരു ചടങ്ങായി മാത്രം കാണുകയല്ല. അവിടെ പഠിപ്പിച്ചു, വിവാഹം നടക്കുമ്പോൾ ഒരു വീടുണ്ടാകും, ഒരു കുടുംബമുണ്ടാകും. അതിൽ ഓരോ ഘടകങ്ങളും അവയുടേതായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകണം. ഒന്നാമത്തേത് മാതാപിതാക്കളാണ്. ആധുനിക സമൂഹത്തിൽ നമുക്കറിയാം, വൃദ്ധസദനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഓർത്തുപോകുന്ന വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് സംസാരിച്ച സമയത്ത് 2000-ന്റെ തുടക്കത്തിൽ അന്ന് അത്ഭുതത്തോടു കൂടി പറഞ്ഞൊരു കാര്യം, അമേരിക്കയെ പോലെയുള്ള, യൂറോപ്പിനെ പോലെയുള്ള പടിഞ്ഞാറൻ നാടുകളിൽ എത്ര വൃത്തികെട്ട അവസ്ഥയെ വളർത്തിക്കൊണ്ടുവന്ന അച്ഛനെയും അമ്മയെയും ജീവിതത്തിന്റെ സായാഹ്ന കാലത്ത് വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി പാർപ്പിക്കുന്ന മക്കൾ. അന്ന് നമ്മൾ അത്ഭുതത്തോടു കൂടിയാണ് അത് പറഞ്ഞിരുന്നത്. ഇന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ, പ്രബുദ്ധ കേരളത്തിൽ സർക്കാരിന്റെ ഗ്രാന്റോടുകൂടി പ്രവർത്തിക്കുന്ന വൃദ്ധസദനങ്ങളുടെ എണ്ണം തന്നെ 200-ലേറെ ഉണ്ട് എന്നതാണ് ഗൗരവതരമായ കാര്യം. മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന
ജീവിതത്തിന്റെ ഗണ്യമായ ഭാഗം ജീവിക്കാൻ മറന്നുപോയി ജീവിച്ച മാതാപിതാക്കൾ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ മക്കളിൽ നിന്ന് തണലും അഭയവും ലഭിക്കുന്നതിന് പകരം വൃദ്ധസദനങ്ങളുടെ പൂമുഖങ്ങളിൽ കണ്ണീരൊഴുക്കി കഴിയേണ്ടി വരുന്ന ദയനീയമായ ഒരവസ്ഥ. ഇത് വരാൻ പാടില്ലാത്തതാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ സൃഷ്ടാവ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. മനുഷ്യന്റെ ഒന്നാമത്തെ ബാധ്യത നിന്റെ സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുക. അത് കഴിഞ്ഞാൽ നിന്റെ ബാധ്യത നിന്റെ മാതാപിതാക്കളെ, നിനക്ക് ജന്മം നൽകിയ നിന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവനാകണം നീ. അവരിൽ ഒരാളോ രണ്ടുപേരുമോ വാർദ്ധക്യത്തിൽ നിന്റെ സവിധത്തിലാകുമ്പോൾ ആക്ഷേപത്തിന്റെ ഏറ്റവും ചെറിയ രൂപമായ ഛേ എന്ന വാക്ക് പോലും നീ അവരോട് നേരെ പ്രയോഗിക്കരുത്. മാന്യമായ വാക്കായിരിക്കണം നീ അവരോട് സംസാരിക്കേണ്ടത്. വിനയപൂർവം നിന്റെ കാരുണ്യത്തിന്റെ ചിറകുകൾ നീ അവർക്ക് വേണ്ടി താഴ്ത്തിക്കൊടുക്കണം. അതൊക്കെ ചെയ്തതിന് ശേഷം നീ ജഗന്നിയന്താവിനോട് പ്രാർത്ഥിക്കണം. റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറാ. ദൈവമേ, എന്റെ മാതാപിതാക്കൾ ഞാൻ കൊച്ചായിരുന്നപ്പോ എന്നെ എങ്ങനെ സംരക്ഷിച്ചോ അതുപോലെ നീ അവരോട് കരുണ കാണിക്കണമേ എന്ന് സർവേശ്വരനോട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായത്തിലൂടെ പഠിപ്പിക്കുന്നു. മാതാപിതാക്കൾ സംരക്ഷിക്കപ്പെടുന്നവർ. സഹോദരങ്ങളെ, പ്രവാചകന്റെ മുമ്പിലേക്ക് വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, ഉത്തമമായ പെരുമാറ്റം കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ബാധ്യതപ്പെട്ടത് ആരോടാണ്? പരിശുദ്ധ പ്രവാചകന്റെ മറുപടി ഉമ്മുക, നിന്റെ മാതാവിനോടാണ്. പിന്നെ ആരോടാണ് പ്രവാചകൻ? രണ്ടാമതും മറുപടി ഉമ്മുക, മാതാവിനോട്. മൂന്നാമത് ചോദിച്ചപ്പോൾ വീണ്ടും പറഞ്ഞു നിന്റെ മാതാവിനോട്. അത് കഴിഞ്ഞാൽ ആരാണ് പ്രവാചകരെ? നാലാമത്തെ ചോദ്യത്തിന് മറുപടി അബൂക്ക, നിന്റെ പിതാവിനോട്. 3 തവണ ആവർത്തിച്ച് പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ഒരു ഘട്ടം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലേ? ഇന്ന് നമ്മുടെ വീടിന്റെ പൂമുഖത്ത് ചായകസേരയിലിരുന്ന് നെട്ടിത്തുപ്പുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാവ്. ആ നെട്ടിത്തുപ്പിയപ്പോ അല്പമൊന്ന് വരാന്തയിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ ഒരു പക്ഷേ കയർക്ക് സംസാരിക്കുന്നവരാകാം. പക്ഷെ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതേ മാതാവ് കുളി കഴിഞ്ഞ് തോർത്തുമുണ്ട് മുടിക്ക് ചുറ്റിലും ചുറ്റി സുന്ദരിയായ നമ്മുടെ മാതാവ് കുളിച്ചൊരുങ്ങി നിന്ന സമയത്താണ് ഉറങ്ങിക്കൊണ്ടിരുന്ന നമ്മൾ ഞെട്ടി ഉണർന്നത്, വാവിട്ട് കരഞ്ഞത്. ഓടി വന്നു, ഉള്ളം കയ്യിലെടുത്തു, എന്നിട്ട് മാറോട് ചേർത്ത് വെച്ച് ഈ പ്രകൃതിയിലെ ഈ പ്രപഞ്ചത്തിലെ സുന്ദരമായ അതുല്യമായ മുലപ്പാൽ നമുക്ക് പകർന്നു തന്നു. ആ സമയത്ത് ആ മാതാവിന്റെ മടിയിൽ നമ്മൾ കാട്ടിച്ചു. പക്ഷേ അറപ്പും വെറുപ്പും കാണിക്കുന്നതിന് പകരം സ്വന്തം മടിത്തട്ട് ടോയ്ലറ്റ് ആക്കിയ നമ്മുടെ കവിളിൽ ഒരു ഉമ്മ തരികയാണ് ആ സമയത്ത് ചെയ്തത്. ലോകത്ത് മാതാവിനല്ലാതെ മറ്റൊരാൾക്കും സാധിക്കാത്തതാണത്. സ്വന്തം മടിത്തട്ടിൽ വിസർജിച്ച ഒരാളുടെ കവിളിൽ ഉമ്മ വെക്കാൻ, ആ മാതാവിനെ ഓർക്കാൻ സർവേശ്വരൻ ഒരടയാളം എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ ബാക്കി വെച്ചു. വയറിന്റെ താഴ്ഭാഗത്ത് പൂക്കൽ കൊടി, വെള്ളി ബട്ടൺ. 9 മാസവും 10 ദിവസവും ആ മാതൃശരീരത്തിൽ നിന്ന് പോഷകങ്ങൾ സ്വീകരിച്ചത് അതിലൂടെ ആയിരുന്നെങ്കിൽ ജനിച്ച സമയത്ത് നഴ്സ് വന്നിട്ട് അത് കട്ട് ചെയ്തുവെങ്കിലും മരണം വരെ ആ അടയാളം ദേഹത്ത് ബാക്കിയാക്കി. ഇന്ന് അമ്മയോട് കയർക്കുമ്പോൾ, ഉമ്മയോട് കോപിക്കുമ്പോൾ ഈ അടയാളം വിളിച്ചു പറയുന്നുണ്ട്, അരുതുമോനെ. വൃദ്ധസദനങ്ങളിലേക്ക് അവരെ തള്ളിവിടുമ്പോ ഈ അടയാളം വിളിച്ചു പറയുന്നുണ്ട് നമ്മളോട്. മാതാവ് അനുഭവിച്ച ത്യാഗത്തിന്റെ സ്മരണകൾ. രണ്ടാമത്തെ വ്യക്തി പ്രിയപ്പെട്ട പിതാവ്. മക്കൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ ജീവിതം മറന്നുപോയ മനുഷ്യൻ. പിതാവ് കൊണ്ട വെയിലാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന തണൽ. രാത്രി നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ ശേഷം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്ന് തൊട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന നമ്മെ 2 കൈ കൊണ്ട് വാരിയെടുത്ത് എന്റെ മോൻ എന്ന് പറഞ്ഞ് നെറ്റിയിൽ ഉമ്മ വെച്ച പ്രിയപ്പെട്ട പിതാവ്. രാവിലെ നമ്മൾ ഉണരുന്നതിന് മുമ്പേ ജോലിക്ക് പോയ പിതാവ്. ആ ശരീരത്തിൽ ചുക്കിച്ചൊളിഞ്ഞു പോയത്, ആ ശരീരം സൂക്ഷിച്ചു പോയത് നമുക്ക് വേണ്ടി അധ്വാനിച്ചിട്ടാണ്. ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അല്ലാഹു ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, തീർത്താൽ തീരാത്ത ബാധ്യതയാണ് ഈ 2 വ്യക്തികളോടുള്ളത്. മനുഷ്യൻ എത്ര പുരോഗമിക്കട്ടെ, AI കഴിഞ്ഞിട്ട് അതിനപ്പുറത്തുള്ള യുഗത്തിലേക്ക് എത്തട്ടെ, മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്ന നിർദ്ദേശം നിത്യപ്രസക്തമാണ്. വിശുദ്ധ ഖുർആൻ, പരിശുദ്ധ പ്രവാചകൻ അത്ര ഗൗരവത്തോടു കൂടിയാണ് അത് പഠിപ്പിച്ചത്. കാരണം വാർദ്ധക്യം ഒരു സാമൂഹ്യ പ്രശ്നമാണ്. ഭക്ഷണവും മരുന്നും മാത്രമല്ല പ്രായത്തിൽ ആവശ്യം, എന്നെ സംരക്ഷിക്കാൻ ആളുണ്ട് എന്നുള്ള സുരക്ഷിതത്വ ബോധം കൂടിയാണ്. അതിനാണ് ഖുർആനിൽ അല്ലാഹു ഉപയോഗിച്ച പ്രയോഗം വിനയത്തിന്റെ ചിറക്
കാരുണ്യപൂർവ്വം നീ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണം. അങ്ങനെ മാതാപിതാക്കൾ ആദരിക്കപ്പെടുന്ന വൃദ്ധസദനങ്ങളില്ലാത്തൊരു സാമൂഹിക ക്രമം. 2, നേരത്തെ പറഞ്ഞ അസ്വാജ്, ഇണകളാണ് വീട്ടിലെ മറ്റൊരു ഘടകം. അവർ വെസൽ എക്സ്ചേഞ്ച് നടത്തേണ്ടവരല്ല. അഥവാ ദേഷ്യം പിടിച്ച് ഒരു പാത്രം ഇങ്ങോട്ട് എറിയുമ്പോൾ മറ്റേ പാത്രം എടുത്ത് അങ്ങോട്ട് എറിഞ്ഞ് വഴക്കും വക്കാണും ഉണ്ടാക്കേണ്ടുന്ന കേന്ദ്രമല്ല വീട്. പിന്നെ അത് സമാധാനത്തിന്റെ കേന്ദ്രമാകണം. ആ ഭൂമുഖവും ഡൈനിങ് ടേബിളും അടുക്കളയും വരാന്തയും എല്ലാം സ്നേഹം തുളുമ്പി നിൽക്കുന്ന കേന്ദ്രങ്ങളായി മാറണം. അതിന് പരിശുദ്ധ പ്രവാചകൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു. പുരുഷനോട് പറഞ്ഞു, കുടുംബത്തിന്റെ നാഥൻ നീയാണ്. വിശുദ്ധ ഖുർആനിലൂടെ ദൈവിക കൽപ്പന, സ്ത്രീകളുടെ മേൽ ഭരണാധികാരികളാണ് പുരുഷന്മാർ. എന്തിനാണ് ഭരണാധികാരം? അവളെ അടിച്ചൊതുക്കാനല്ല, നിന്റേതായ അധികാരം പ്രയോഗിക്കാനല്ല. പിന്നെ ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്തൊരു നേതാവ് ഉണ്ടാകണം. കുടുംബമാകുന്ന സംവിധാനത്തിന്റെ നേതാവ് പുരുഷനെ ഏൽപ്പിച്ചു. ധനാഗമന മാർഗങ്ങൾ കണ്ടെത്താൻ, അധ്വാനിക്കാൻ, കുടുംബത്തെ പോറ്റാൻ എല്ലാം. അതോടൊപ്പം ഇതിനെ അറിയണമെന്ന് പഠിപ്പിച്ചു. നിന്റെ ഭാര്യയെ നീ അറിയണം, മനസ്സിലാക്കണം, അവളുടെ സ്വഭാവങ്ങളെ കുറിച്ച് അറിയണം, സ്നേഹപൂർണമായ പെരുമാറ്റം ഉണ്ടാക്കണം. മനഃശാസ്ത്രം ഉപയോഗിച്ച വാക്ക് അൺകണ്ടീഷണൽ ലവ് എന്നതാണ്. വ്യവസ്ഥയില്ലാത്ത, പരിധിയില്ലാത്ത സ്നേഹം. പരിശുദ്ധ പ്രവാചകൻ അത് പറയുകയും ജീവിച്ച് കാണിച്ചു തരികയും ചെയ്തു. പരിധിയില്ലാത്ത സ്നേഹം രാത്രി 10 മണിക്ക് ശേഷം മാത്രം തുടങ്ങേണ്ടതല്ല. പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുന്നത് മുതൽ ആരാധനകളിൽ സജീവരായി തീർന്ന്, പങ്കാളികളായി തീർന്ന്, ധർമ്മത്തിന്റെ നന്മയോ ഓർമ്മപ്പെടുത്തലുകൾ പരസ്പരം നടത്തി, പ്രയാസത്തിന്റെ സന്ദർഭങ്ങൾ വരുമ്പോൾ സാരമില്ല പൊന്നെ, ക്ഷമിക്കൂ, നമുക്കൊന്നിച്ച് മുന്നോട്ട് നീങ്ങാം എന്ന് പറയുന്ന ആശ്വാസത്തിന്റെ വാക്കുകൾ പരസ്പരം സമ്മാനിക്കുന്ന സ്നേഹ സാന്നിധ്യമായി കഴിയുന്ന ഇണകൾ ഭർത്താവിന്റെ ബാധ്യത പഠിപ്പിച്ചു. സ്ത്രീയോടും പറഞ്ഞു, നിനക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. പ്രവാചകൻ അനുയായികളെ മുന്നിൽ വെച്ച് ചോദിക്കുക, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്തമമായ വിഭവം ഏത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അൽ മർഅത്തു സ്വാലിഹ, സുശീലയായ ഒരു സ്ത്രീയാണ്, സൽവൃത്തയായ ഒരു സ്ത്രീയാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വിലപിടിച്ച വസ്തു. 3 ഗുണങ്ങൾ അവൾ നേടിയെടുത്താൽ, ഇതാ നിവർത്തിയിലിഹാ സബർക വഇദാ അമർതഹാ അതാഅതുക വഇദാ ഗിബ്ത അൻഹാ ഹഫളതുക. അവളുടെ മുഖത്ത് നോക്കിയാൽ അവൾ നിനക്ക് ആനന്ദം നൽകുന്ന നിലക്ക് പെരുമാറുന്ന, കൽപ്പിച്ചതനുസരിക്കുന്ന, നിന്റെ അസാന്നിധ്യത്തിലും നിന്റേതായ എന്തൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ടോ അതെല്ലാം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഇണ നിനക്ക് ലഭിച്ചാൽ അവളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പഠിപ്പിച്ചു. അങ്ങനെ കുടുംബമാകുന്ന, വീടാകുന്ന സാമൂഹിക ജീവിതത്തിന്റെ യൂണിറ്റ്, അടിസ്ഥാന ഘടകം, അത് ഏറ്റവും മാതൃകാപരമായി ഇരുട്ടുകൾ കടന്നു വരാത്ത പ്രകാശത്തിന്റെ കേന്ദ്രമായി മാറാൻ പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി സ്നേഹം പങ്കിട്ട് ജീവിക്കുന്ന ദമ്പതികളായി മാറണം. ബാധ്യതകൾ നിറവേറ്റണം എന്ന് ഖുർആൻ കൽപ്പിച്ചു, വിശുദ്ധ പ്രവാചകൻ നിർദ്ദേശിച്ചു, അത് ജീവിച്ച് കാണിച്ചു തന്നു. ആ ആനന്ദ വല്ലരിയിൽ വിരിയുന്ന സുന്ദര കുസുമങ്ങളാണ് മക്കൾ. അവരെ മാതൃകാപരമായി വളർത്തിക്കൊണ്ടുവരണം, അവർക്ക് സ്നേഹം നൽകണം. പ്രിയപുത്രി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ പ്രവാചകൻ ചുംബിച്ചപ്പോൾ അത് കണ്ട് കയറി വന്ന ഒരു മനുഷ്യൻ, ഒരു ഗ്രാമീണവാസിയായ മനുഷ്യൻ ചോദിക്കുകയാണ്, പ്രവാചകരെ അങ്ങൊന്ന് മക്കളെ ചുംബിക്കുകയോ? 10 മക്കളെ എനിക്കുണ്ടായിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അതിന് പ്രവാചകൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദൈവം കാരുണ്യം നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെന്ത് ചെയ്യാനാണ് എന്ന്. ഹൃദയത്തിലെ കാരുണ്യത്തിന്റെ പ്രകടനമാണ് മക്കൾക്ക് നൽകുന്ന ചുംബനങ്ങൾ, സ്നേഹത്തിന്റെ തലോടലുകൾ, ചേർത്ത് പിടിക്കൽ, ടച്ചിങ്. ജീവിതത്തിൽ അതിന് വലിയ പങ്കുണ്ട്. മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിന്റെ കാലിൽ നമ്മൾ സ്പർശിച്ചാൽ ആ കുഞ്ഞ് തൊഴിക്കും. കാരണം ആ കുഞ്ഞിന് സേഫ്റ്റി ഫീലിംഗ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു നിമിഷമാണ് മാതാവിന്റെ മാറിടത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന നിമിഷം. അതേപോലെ തന്നെ മാതാവും ആ സേഫ്റ്റി ഫീലിംഗ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനിവാര്യമാണ്. എന്റേത് എന്ന ആ ബോധമാണ് മനുഷ്യന് സമാധാനം നൽകുന്നത്. അതുണ്ടാകണമെങ്കിൽ വീടുണ്ടാകണം, ബാധ്യതകൾ നിറവേറ്റി മുന്നോട്ട് നീങ്ങുന്ന വീട്ടിലെ അംഗങ്ങൾ ഉണ്ടാകണം. അങ്ങനെയുള്ള ഒരു കുടുംബം രൂപപ്പെടുമ്പോഴേ സമൂഹത്തിൽ സമാധാനം ഉണ്ടായിത്തീരുകയുള്ളൂ. അങ്ങനെ കുടുംബങ്ങൾ ഉത്തമമായി തീരുമ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നാട് നന്നാകുന്നത്. അവിടെ ചുറ്റുപാടുകളിലേക്ക് നോട്ടം ആവശ്യമാണ്. സ്വാർത്ഥതയുടെ വാൽമീകത്തിനുള്ളിലേക്ക് ഒതുങ്ങി ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ എന്ന ചിന്തയിൽ കഴിയേണ്ടുന്നവനല്ല മനുഷ്യൻ. മറിച്ച് നീ നിർമ്മിച്ച മതിലുകൾക്കപ്പുറത്തുള്ള ലോകം നിനക്ക് തിരിച്ചറിയാൻ സാധിക്കണം. നിന്റെ അയൽവാസികൾ, അയൽപക്ക ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന, ആ ബന്ധത്തിന്റെ കണ്ണികൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ കൽപ്പന, വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈഅ, നീ അല്ലാഹുവിനെ ആരാധിക്കണം, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞ ശേഷം
വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പറഞ്ഞ ശേഷം വബിദിൽ ഖുർബാ വൽ യതാമ വൽ മസാകീൻ, അടുത്ത ബന്ധുക്കൾക്ക് നന്മ ചെയ്യണം. അതുപോലെ തന്നെ അഗതികളായ ആളുകൾക്കും അതുപോലെ തന്നെ അനാഥരായ ആളുകൾക്കും നന്മ ചെയ്യണം. ശേഷം വൽ ജാരിദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബ്, നിന്റെ ബന്ധുവോ ബന്ധുവല്ലാത്തതോ ആയ അയൽവാസിക്ക് നന്മ ചെയ്യണം. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ വിശ്വാസിയല്ല എന്ന് പഠിപ്പിച്ചു പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് അയൽവാസിയോടുള്ള ബാധ്യതകളെ കുറിച്ച് എന്നെ ഉപദേശിച്ചു. മാസാല ജിബ്രീലു യുസീനി ബിൽ ജാർ ഹത്താ ളനന്തു അന്നഹു സയുവരിസ, ഒരാൾ മരിച്ചാൽ അയൽവാസിക്ക് അയാളുടെ സ്വത്തിൽ അനന്തരാവകാശം ഉണ്ടാകുമോ എന്ന് ഞാൻ സംശയിച്ചു പോയി. അയൽവാസിയോടുള്ള കടപ്പാടുകളെ കുറിച്ച് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് എന്നെ ഉപദേശിച്ചപ്പോൾ എന്നാണ് മഹാനായ തിരുദൂതർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഉത്തമമായ അയൽപക്ക ബന്ധം സാമൂഹിക ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ നന്മ മാത്രം നൽകുന്ന വ്യക്തിത്വങ്ങളായി ജീവിക്കുക. അവസാനം ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ നന്മയുടെ ഓർമ്മകൾ മാത്രം, മക്കൾക്ക് നന്മയുടെ ഓർമ്മകൾ മാത്രം, ഇണയ്ക്ക് നന്മയുടെ ഓർമ്മകൾ മാത്രം, കൂടെ ജോലി ചെയ്ത സഹപ്രവർത്തകർക്ക് നന്മയുടെ ഓർമ്മകൾ മാത്രം, നാട്ടുകാർക്ക് നന്മയുടെ ഓർമ്മകൾ മാത്രം. ആ നല്ല ഓർമ്മകൾ മാത്രം ഈ ലോകത്ത് കാഴ്ചവെച്ച് ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഈ ഭൂമി കരയും, ആകാശം കരയും എന്നതാണ് വിശുദ്ധ ഖുർആനിലൂടെ ലോകത്തിന്റെ സൃഷ്ടാവ് പഠിപ്പിച്ചത്. ഫിറഔൻ എന്ന അധികാരിയായ മനുഷ്യൻ മരിച്ചപ്പോൾ ആകാശവും ഭൂമിയും അവർക്ക് വേണ്ടി കരഞ്ഞില്ല എന്ന വചനം അവതരിക്കപ്പെട്ടപ്പോൾ പ്രവാചകനികൾ ചോദിച്ചു, ആകാശവും ഭൂമിയും കരയുകയോ? പ്രവാചകൻ മറുപടി പറഞ്ഞു, അതെ, സൽവൃദ്ധനായി ജീവിച്ചൊരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആകാശ ഭൂമികൾ കരയും. ആ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് പ്രവാചകനിയായകളിൽ ശ്രേഷ്ഠനായ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളിൽ പ്രമുഖനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് 40ഓളം ദിനങ്ങൾ ഭൂമി കരഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ്. നന്മയുടെ സാന്നിധ്യമായി, നന്മയുടെ നിറകുടമായി ഈ ലോകത്ത് ജീവിച്ചൊരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആകാശവും ഭൂമിയും അയാളെ ഓർത്ത് വിലപിക്കുന്ന ഒരവസ്ഥ. നേരെ വിപരീതം ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. നാടിന് മുഴുവൻ തന്നെ തലവേദന സൃഷ്ടിച്ച് കുടുംബത്തിലും നാട്ടുകാർക്കും മുഴുവൻ പ്രയാസങ്ങൾ ഉണ്ടാക്കി ഒരു അഭിശപ്ത ജന്മമായി കഴിഞ്ഞു പോകുന്ന എത്രയെത്ര ആളുകൾ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ജീവിതം വെറുതെ തീരാനുള്ളതല്ല. ഈ ജീവിതം അർത്ഥവത്താണ്. ഈ ജീവിതത്തിന് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം മരണാനന്തര ലോകത്ത് സ്വർഗം നേടുക എന്നതാണ്. ആ സ്വർഗപ്രാപ്തിക്കുള്ള മാർഗം വളരെ കൃത്യമായി 6000-ലേറെ വചനങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നു. അത് മഹാനായ പ്രവാചകൻ ജീവിച്ച് കാണിച്ചു തരികയും അവിടുത്തെ വചനങ്ങളിലൂടെ വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചു തരികയും ചെയ്തു. ആ ഗ്രന്ഥമോ ആ പ്രവാചകനോ നല്ലതെന്ന് പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം ആധുനിക കാലഘട്ടത്തിൽ പ്രസക്തമല്ല എന്ന് ഒരാൾക്കും പറയുക സാധ്യമല്ല. ആ ഗ്രന്ഥവും ആ പരിശുദ്ധ പ്രവാചകനും തിന്മയെന്ന ഏത് വിഷയത്തെക്കുറിച്ച് പഠിപ്പിച്ചോ അത് ഇന്ന് തിന്മയല്ല, അത് ആവശ്യമാണെന്ന് പ്രമാണബദ്ധമായി തെളിയിക്കാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും, ഇത് ദൈവിക സന്ദേശമാണ്, ഇത് നിത്യപ്രസക്തമാണ്. സൂര്യൻ ഏതൊരു ദൈവത്തിന്റെ നിയമത്തെ അംഗീകരിച്ചുവോ, ചന്ദ്രൻ ഏതൊരു ദൈവത്തിന്റെ നിയമങ്ങൾ അംഗീകരിച്ചുവോ, താരാപഥത്തിലെ നക്ഷത്രങ്ങൾ ഏതൊരു ദൈവത്തിന്റെ നിയമങ്ങൾ അംഗീകരിച്ചുവോ, പക്ഷികളും മൃഗങ്ങളും മുൾച്ചെടികളും കൃമികീടങ്ങളും ഏതൊരു ദൈവത്തിന്റെ നിയമങ്ങളെ അംഗീകരിച്ച് ജീവിക്കുന്നുവോ ആ ദൈവത്തിന്റെ നിയമങ്ങളെ മനുഷ്യനും സമ്പൂർണമായി ഉൾക്കൊണ്ട് ജീവിച്ചാൽ ലോകം സമാധാനമുള്ളതായി തീർന്നു. അതാണ് ഇസ്ലാം. ഈ സന്ദേശം വായിക്കാനും അറിയാനും പഠിക്കാനും ഇന്ന് സൗകര്യങ്ങളേറെയും അത് ഉപയോഗപ്പെടുത്തണമെന്നാണ് ചിന്തിക്കുന്ന ഈ നാട്ടിലെ സഹൃദരായ സഹോദരങ്ങളോട് ഞങ്ങൾക്ക് വിനയപൂർവ്വം സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ഈ സമൂഹത്തിൽ ഇരുട്ടുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർഗീയതയുടെ ഇരുട്ട്, വിഭാഗീയതയുടെ ഇരുട്ട്, അന്ധവിശ്വാസങ്ങളുടെ ഇരുട്ട്, സ്വജനപക്ഷപാതിത്വത്തിന്റെ ഇരുട്ട്, അക്രമങ്ങളുടെ ഇരുട്ട്. ആ ഇരുട്ടുകളെയെല്ലാം ദൈവിക ബോധത്തിലൂടെ, ധർമ്മബോധത്തിലൂടെ, ന്യായ ചിന്തയിലൂടെ തൂത്തെറിയാൻ നമുക്ക് സാധ്യമായി തീരണം. ഖുർആൻ അതിന്റെ ദൗത്യമായി പഠിപ്പിച്ചത്, പ്രവാചകൻ തന്റെ ദൗത്യമായി പഠിപ്പിച്ചത് ഏറ്റവും പ്രധാനം യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ, എല്ലാ അന്ധകാരങ്ങളെയും മനുഷ്യരെ പ്രകാശത്തിലേക്ക് നയിക്കുക എന്നതാണ്. ആ പ്രകാശം തിരിച്ചറിയാൻ തയ്യാറാകണമെന്ന് ഒരിക്കൽ കൂടി വിനയത്തിന്റെ ഭാഷയിൽ ആവശ്യപ്പെട്ടുകൊണ്ട്
എന്റെ സംസാരത്തിന് ഇത്രയും സമയം കാതോർത്ത പ്രിയ സഹോദരങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജഗന്നിയന്താവായ നാഥൻ സത്യം സത്യമായി ഉൾക്കൊണ്ട് സൽപന്താവിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി അവസാനം സൃഷ്ടാവായ നാഥന്റെ തൃപ്തി പൂർണ്ണമായി ലഭിച്ചുകൊണ്ടുള്ള ഒരു മരണം നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മരണശേഷം അനുഗ്രഹങ്ങളുടെ കേദാരമായ സ്വർഗീയ ആരാമത്തിൽ കഴിയാറുള്ള സൗഭാഗ്യം നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.